കലാസ്നേഹികളെ, പാലക്കാടുള്ള ഒരു ഗ്രാമത്തിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ രാവിലെ ഉറക്കമെണീറ്റ് വീടിന്റെ മുറ്റത്തായി കോലമിടുന്നു. കുടവുമായി പോയി അഗ്രഹാര കിണറിൽ നിന്നും വെള്ളം കോരുന്നു. കോരനായ പോലീസ് സെന്തിൽ രാജാക്കണ്ണ് കോലം വരച്ചതിന് കോൺഫറൻസ് പോരാ എന്നും പറഞ്ഞ് കോഞ്ഞാട്ട പോലെ മുഖം വെച്ച് കാലുകൊണ്ടത് ചവിട്ടി നശിപ്പിക്കുന്നു. അതിക്രൂരനായ ഭർത്താവാണ് ഇയാൾ. സ്നേഹം വിടർത്തും പാവം ഇത് കണ്ട് സങ്കടത്തോടെ ദിവ്യ പിള്ള ഇറങ്ങി വരുന്നു. കോലം വരയിൽ ഒരു പിക്കാസോ ആവാനുള്ള തന്റെ മോഹത്തെ കൂട്ടിട്ട കാലുകൾ കൊണ്ട് ചവിട്ടി അരച്ചതിന്റെ പ്രതിഷേധമായി അവൾ വീണ്ടും ആ കോലത്തിന്റെ മുകളിൽ ഒരു കോലം വരയ്ക്കുന്നു. ചരിത്രം കേട്ടിട്ടില്ല. അപ്പോഴവിടെ തൊട്ടപ്പുറത്ത് എക്സ് ജനലിനകത്തു കൂടി ഞാനേട്ടൻ ഈ സിനിമയിൽ 3 ദിവസം ഉറങ്ങാതെ വന്ന് അഭിനയിച്ച പോലെയാണ്. പടം നടക്കുന്നത് പാലക്കാടാണെങ്കിലും 14 ജില്ലക്കാരെ നാവ് കൊണ്ട് അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാലക്കാട് ഭാഷ പറയും, പിന്നത് മറന്നു. ആ കൂടെ നിങ്ങളുടെ 2 തുമ്മമാരും കണക്ക് തന്നെ. സോ ഇതിൽ നമ്മുടെ ബോംബെമർ ഒരു പച്ചക്കറി കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന് ഒരു ലേറ്റ് നൈറ്റ് പ്രണയമുണ്ട്. അതാണ് ദിവ്യ പിള്ള. പിന്നെ ഇത് നമ്മുടെ ഇദ്ദേഹം ഒരു ഭ്രാന്തനായ വട്ടനാണ് ഈ സിനിമയിൽ. ദിവ്യ പിള്ളയുടെ ഒരു വെൽവിഷർ. ചോറ് കൊടുത്തതിനുള്ള നന്ദി ഈ സിനിമയിൽ ഉടനീളം അദ്ദേഹം കാണിക്കുന്നുണ്ട്. ധ്യാനേട്ടൻ എന്താണ് എന്തോ വന്നു, അഭിനയിക്കുന്നു, പൊട്ടിക്കുന്നു, റിപ്പീറ്റ്. വീണ്ടും വരുന്നു, അഭിനയിക്കുന്നു, പൊട്ടിക്കുന്നു, റിപ്പീറ്റ്. ധ്യാനേട്ടന്റെ കടയുടെ ഓപ്പോസിറ്റ് ദിവ്യ പിള്ളയ്ക്ക് ഒരു ഹോട്ടലുണ്ട്. പുള്ളിക്കാരി അവിടെ വരുന്നു, ധ്യാനേട്ടൻ ഇവിടെ ഇരുന്ന് സൈറ്റ് അടിക്കുന്നു. തുടർന്ന് എല്ലാ ദിവസവും രാത്രി ഭർത്താവ് തിരിച്ചു വരുന്നു. ദിവ്യ പിള്ളയെ പിടിച്ച് കുനിച്ചു നിർത്തി മുതുകത്ത് കൈ കൊണ്ട് മുത്തം കൊടുക്കുന്നു. ഇത് കണ്ട് നിരന്തരം ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി ധ്യാനേട്ടൻ അവിടെ ഇരുന്ന് പോകുന്നു. അതേ ദിവസത്തെ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം കഥ കടച്ച് അവൾ ഉറങ്ങാൻ പോകുന്നു. ധ്യാനേട്ടൻ പിറ്റേ ദിവസം നേരെ പൊള്ളാച്ചി പോയി പച്ചക്കറി എടുക്കുന്നു. അല്ല ബോംബെ മറേ, താങ്കളുടെ കഴിവ് വെച്ചിട്ട് ഒരു പടക്കക്കട ആയിരുന്നില്ലേ നല്ലത്? എന്തായാലും പൊള്ളാച്ചിയിലൊക്കെ പോയി പച്ചക്കറി എടുക്കണ്. വേണേ സൈഡിൽ കൂടെ ഒരു പടക്കക്കട കൂടെ തുടങ്ങിക്കൂടെ? ഓ മൈ ഗോഡ്, പേഴ്സണായിട്ട് ടൈം ബോംബ് കൊണ്ട് നടക്കുന്നു. മഞ്ഞ ടൈം പീസോ? നിങ്ങൾ നാണം കെടുത്തു. സോ ഇവർക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ആക്ച്വലി ധ്യാനേട്ടൻ പണ്ട് ചെറിയ പച്ചക്കറി കൃഷിയൊക്കെ നടത്തിയിരുന്ന ആളാണ്. അത് കൊള്ളാം കേട്ടാ. ഇത് ചെറുപ്പം അഭിനയിക്കുന്നതാണ്. ഇത് സാരിന്ന് നേരെ പട്ടുകോട് ഉടുപ്പ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ചെറുതാവണം നിങ്ങൾ വിചാരിക്കുന്നത്. ഇതിന്റെ ഡയറക്ടർ തെക്കുടക്ക് വിജയനാണ്. ഐ മീൻ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. പുള്ളിയുടെ വിചാരം ക്യാരക്ടർ ചെറുപ്പമാണെന്ന് കാണിക്കുക ഉടുപ്പ് മാറ്റിയാൽ മതി എന്നാണ്. ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞല്ലോ, എല്ലാം പറഞ്ഞ ബോഡി ഷെയിം ആവും. പൊന്ന് തെക്കുടക്ക് വിജയ. സോ ആക്ച്വലി കേസ് ഇവർ തമ്മിൽ ഭയങ്കര പ്രേമമാണ്. ഇവനൊരു കൃത്യനിഷ്ഠ ഇല്ലാത്ത ഒരുത്തരാണെന്ന് തിരിച്ചറിഞ്ഞ അവനൊരു തവളയുടെ മുഖമുള്ള ടൈം പീസ് കൊടുക്കും. പിന്നെ അവർ പ്രേമിക്കും, മരം ചുറ്റി പ്രേമിക്കും. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവളുടെ ആഗ്രഹമില്ലാതെ അവളെ തന്ത അവളെ കല്യാണം അങ്ങ് ഉറപ്പിക്കും. ധൈര്യശാലിയും മൂർത്ത ശുണ്ടനുമായ ബോംബെമാർ അവളെ ഇറക്കിക്കൊണ്ട് വരാൻ തീരുമാനിക്കും. എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നീ രാത്രിയാകുമ്പോൾ കാലിന്റെ ചൂട്ടിൽ വന്ന് കുത്തിരിക്കാൻ പറയും. അതനുസരിച്ച് അവൾ അവിടെ പോയി രാത്രി ഉച്ചയ്ക്ക് 12 മണിക്ക് ഇരിക്കും. ഉത്തരവാദിത്തമില്ലാത്ത ഈ മൊണ്ണ അവിടെ വരില്ല ഗൈസ്. പകരം അവളെ തന്ത വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകും. അതോടെ അവളെ നമ്മൾ രാജാക്കണ്ണ് കല്യാണം കഴിക്കും. മീൻവെയിൽ തമിഴ്നാട്ടിൽ പോയി പച്ചക്കറി എടുത്ത് തിരിച്ചു വരുന്ന ഡൈനാമിറ്റിൽ നാടൻ ബോംബ് വന്ന് വീഴും. പ്രതീക്ഷിക്കാതെ പടക്കം പൊട്ടിക്കാൻ നോക്കി ഇവനെ ധ്യാനേട്ടൻ ചെകിടത്തിട്ട് ഒരെണ്ണം പൊട്ടിക്കും. എന്നിട്ട് അവരെ അതൊഴി പോകാൻ ഒരുക്കുമ്പോ അവൻ തോ ചാടി ചാവാൻ പോണ്. അപ്പോഴും മിണ്ടത്തെ പമ്മി ബാക്കിൽ കൂടെ വന്നവനെ വലിച്ചെറുക്ക് വീണ്ടും ഒരെണ്ണം പൊട്ടിക്കും. പിന്നെയാണ് കഥയുടെ ഗതിയൊക്കെ മാറുന്നത്. സംഭവം ഇവനൊരു കാമുകി ഉണ്ടത്രേ. അവളെ കല്യാണമാണ്. അവൾ തൂങ്ങിച്ചാകുമെന്ന്. ഇവൻ അവളെ കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ ഒരു പ്രണയം നഷ്ടപ്പെട്ട ധ്യാനേട്ടൻ പിന്നെ സഹായിക്കാതിരിക്കോ? നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. അങ്ങനെ സഹായിക്കാൻ തീരുമാനിക്കും. അവന്റെ ഫ്ലാഷ് ബാക്ക് പറയും. ഫെയർ ആൻഡ് ലവ്ലി വെറും 5 രൂപയിൽ നേടൂ ഞങ്ങളുടെ ബെസ്റ്റ് എവർ ചർമ്മകാന്തി. 5 രൂപയിൽ പലരടി. ഇതാണ് അവന്റെ ലവ് ഇൻട്രസ്റ്റ്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഇസ്തിരി ഇട്ടിറക്കിയ പെണ്ണ്. ഇവക്കൊരു സൂപ്പർ പവർ ഉണ്ട് ഗൈസ്. കണ്ടില്ലേ, അവൾ അസംബ്ലിക്ക് നിന്ന് പാട്ട് പാടും ബാക്കിയുള്ള എല്ലാ മനുഷ്യരും കൈകെട്ടി അനങ്ങാതെ നിൽക്കുന്നത്. ഷീ കൻ ഫ്രീസ് ടൈം ലൈക്ക് അവർ.
ഇതൊക്കെ എന്താണ് തെക്കോടൊക്കെ വിജയ ഈ കാണിച്ചു വെച്ചേക്കണം. അവള് പാടുമ്പോ ഒറ്റ മനുഷ്യ അനങ്ങളിലല്ല. ഡെയിലി അവിടെ ഇവളാണ് ഈശ്വര പ്രാർത്ഥന നടത്തണേന്ന്. സാറിന്റെ വീട്ടില് കല്യാണം. ഗൈസ് ഇവൾ ആ കോളേജിലെ സിഡ്നി സീനിയാണ് ഗൈസ്. അതുകൊണ്ട് അവിടുത്തെ ചെക്കന്മാരെല്ലാം ഇവളുടെ പുറകിലാണ്. നീ ആ പച്ച ഷർട്ടിട്ടവനെ കണ്ടു? അവന്റെ കോളേജാണ് അത്ര ഇത്. അവൻ ഭയങ്കര റിച്ച്. അവൻ അവളെ അങ്ങ് ഇഷ്ടമായി. ബട്ട് നമ്മുടെ നായകനും അവളെ ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ സുൽത്താൻ നിന്നെ കണ്ടതും എവിടെ നിന്ന് കിട്ടിടാ ഈ പെണ്ണിന്? ടാപ്പ് തുറക്കും പോലെയല്ലേ കരയണത്. മിണ്ടാതെ അമങ്ങി ഇരുന്നിട്ട് പെട്ടെന്നൊക്കെ അങ്ങ് കരഞ്ഞാളായി. തൊലി വെളുത്തിരുന്ന അഭിനയിക്കാനുള്ള കഴിവ് കാണണമെന്നില്ല അണ്ണ. പിന്നെ വിഷ്ണുവും വിരഹകാമിയും തമ്മിൽ പ്രണയം. നാളങ്ങ് ഒളിക്കണം. അയ്യോ അയ്യോ ഈ ഒരു പോസ്റ്റ് നമ്മൾ ജ്വല്ലറിയുടെ പരസ്യത്തിലൊക്കെ കാണൂലേ? ഇതിലൊരു വരിയുണ്ട്, എന്തോന്ന് അമ്പലപ്രാവിന്റെ കെണ്ടിയിൽ ഇടിമിന്നൽ എന്നൊക്കെ പറഞ്ഞു. ഈ പാട്ടിന്റെ വരികളാണ്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കണില്ല. തെക്ക് വടക്ക് വെച്ച് സ്ട്രൈക്ക് അടിച്ചു തരും. അതുകൊണ്ട് മാത്രമേ ഇടണില്ല. യൂട്യൂബിൽ പോയി കേട്ടു നോക്കും, കോമഡിയാണ്. അത് കഴിഞ്ഞ് ഇവര് തമ്മിൽ പ്രേമാണെന്ന് അറിയുമ്പോഴത്തേക്കും യവൻ നമ്മുടെ നായകനെ പിടിച്ചു വലിച്ചിട്ട് ഇടിക്കും. ഇടകൊണ്ട് പുളിശ്ശേരിയായ അവനെ അവൾ ഉമ്മ വയ്ക്കും. ആദ്യം കെട്ടിപ്പിടിക്കും, എന്നിട്ട് ഉമ്മ വയ്ക്കും. ഇവൻ എനിക്ക് ഇഷ്ടമാണ് ഒരുപാട്. ഇവനെ ഞാൻ കല്യാണം കഴിക്കും. ഇവൻ എനിക്ക് ഇഷ്ടമാണ് ഒരുപാട്. ഇവനെ ഞാൻ കല്യാണം കഴിക്കും. ഇവളെ വാ വലത്തോട്ടും വാക്ക് വളവിലോട്ടും. ശരിക്കും ഇവളെ ആക്ട് ചെയ്യുമ്പോ പറയുന്ന ഭാഷ ഏതാണെന്ന് അറിയാമോ? അത് കഴിഞ്ഞ് തെക്കോടൊക്കെ വിജയൻ ഒരു പടുമരത്തിന്റെ മുന്നിൽ മഞ്ഞ പെയിന്റ് അടിച്ച് ഇരിപ്പിടം കൊണ്ടുവച്ചിട്ട് അവളടുത്ത് അവിടെ ഇരിക്കാൻ പറയും. അത് അവൾ അനുസരിക്കും. എസ്തെറ്റിക്. ഞാൻ ഇറാനിലേക്ക് ബോംബ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ധ്യാനേട്ടൻ ഈ ചെറുക്കം വന്ന് കുറുക്ക് കാടിയത് കാരണം അവളെ രക്ഷിക്കാൻ തീരുമാനിക്കും. ധ്യാനേട്ടന്റെ കൂട്ടുകാരായ മിനി ബോംബുകൾ കല്യാണം കുളമാക്കുന്നതിനിടയിൽ ധ്യാനേട്ടൻ നുഴഞ്ഞ് അവളുടെ റൂമിനകത്ത് കയറും. അതാ അപ്പോൾ അവൾ എസ്തെറ്റിക്കായി ചുമന്ന കയറിൽ തൂങ്ങിച്ചാകാൻ നിൽക്കുകയായിരിക്കും. എന്താടാ എസ്തെറ്റിക്, ചാകുമ്പോഴും ചുമന്ന കയറൊക്കെ? ഈസ്റ്റ് കോസ്റ്റ് വിജയാണന്റെ എസ്തെറ്റിക് സെൻസ് ഒക്കെ ഭയങ്കര കൂടുതൽ തന്നെ. ഓപ്പൺ ഹൈമറെ നേരിൽ കണ്ട അവൾ ഇഷ്ട പറഞ്ഞുവിട്ട ആളാണെന്ന് മനസ്സിലാക്കിയതും ധ്യാൻ മുത്തിനോടൊപ്പം ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കും. വരൂ നമുക്ക് പോകാം. ആൽബം വിജയ് അത്ര ഈസി ആയിട്ടൊക്കെ കാര്യങ്ങൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തൂങ്ങിയിട്ട് ചത്തില്ലെങ്കിൽ ആകുമ്പോ ഉറക്കം വരനെ അവൾ കുറച്ച് ഉറക്ക ഗുളിക കൂടി കേട്ടിട്ടുണ്ടായിരുന്നു അത്രേ. അത് കാരണം നേരെ ധ്യാനേട്ടൻ അവൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. ഓർഗൻ ഡൊണേഷൻ. ഇനി ഇതാണ് അവളെ ബാപ്പ, മരണ നക്ഷത്രം, ഡെത്ത് സ്റ്റാർ. നമ്മുടെ മോള് നമ്മക്ക് ഈ പടത്തിൽ മരണമില്ല. കാരണം നമ്മൾ ഈ പടത്തിലെ മെയിൻ വില്ലനാണ്. നമ്മൾ കണ്ടെത്തിയിരിക്കും. മെയിൻ വേല അവള് മരിച്ചു എന്ന് കരുതി വിഷ്ണു ഇപ്പൊ ചാവെന്നും പറഞ്ഞ് ഇവമാരെ വിളിച്ച് വെടക്കാക്കും. അവളില്ലാതെ ഇവൻ വീഡിയോ കോൾ വിളിച്ചും ക്രിഞ്ചാക്കും. എന്റെ പൊന്നാണ് ഗൈസ്, ഈ സമയത്തുള്ള അഭിനയൊക്കെ ഉണ്ടല്ലോ അവന്റെ. ശരിക്കും എനിക്ക് തോന്നുന്നു ഡാനേട്ടന്റെ ലെഗസി കാക്കാൻ കഴിവുള്ളവനാണ് ഇവൻ. സർവനാശം സംഭവിക്കാത്ത ഒറ്റ പടമില്ല രണ്ടുപേർക്കും. ഏറ്റവും കൂടുതൽ പടം പൊട്ടിച്ചതിന് ഗിന്നസ് ബുക്കിൽ കയറാൻ പോവുകയാണ് ഡാനേട്ടൻ. സെക്കൻഡ് ആയിട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണനും. ഉറങ്ങിക്കിടന്ന് ഇവളെ എവിടെ ചുമന്നുകൊണ്ട് പോണ്ടാ? തെങ്കാശി പട്ടണത്തിലെ സുരേഷ് ഗോപി ലാലു ആണെന്നാണ് വിചാരം. ത്രികോൺ അവരാതെ സഹിക്കാൻ മേത അവസരം ഡോക്ടർ ഉറങ്ങി ഇറങ്ങി പോകാൻ. നിങ്ങൾക്ക് തോന്നുന്ന പോലെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഇതൊരു ഹോസ്പിറ്റലാണ്. അതിന് അതിന്റേതായ പോളിസീസ്. നിങ്ങൾ എന്തുടൈപ്പോഴെ കഴിച്ചു പോയി തന്നാൽ മതി. നല്ല ഡോക്ടർ. സൈമൾട്ടേനിയസ്ലി അവളെ ബാപ്പ അവളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ബാപ്പ സ്ഥലം SIA സെന്തിൽ രാജാക്കണ്ണനെ വിളിച്ചു പറയും ധ്യാനിനെ ഒന്ന് പൊക്കാൻ. കാരണം ഇവൻ താമസിക്കുന്നത് ധ്യാന്റെ വീട്ടിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ. അവൻ നേരെ ഒരു കയ്യിൽ കൊടുത്ത് ധ്യാന്റെ വീട്ടിൽ കയറി ഈ 60 ഇഞ്ച് വീതിയുള്ള ധ്യാന അവൻ പുതപ്പിനടിയിലും ബെഡിനടിയിലും ഒക്കെ തപ്പണാടാ. നീ ശരിക്കും നീ ധ്യാനത്തിനടെ തപ്പണ ബുക്കിനകത്തൊക്കെ നോക്കണം. അല്ല അതിപ്പോ ഒരു ചൊല്ലുണ്ടല്ലോ, കുന്തം പോയ കോണാത്തിലും തപ്പണമെന്ന്. ഇന്നലെ അടുക്കി വെച്ച പത്രത്തിനകത്തൊക്കെ നീ എന്തിനാ ധ്യാനം നോക്കണത്? അവസാനം ധ്യാന്റെ വീട്ടിൽ കയറി അവനെ ദിവ്യയുടെയും ധ്യാന്റെ ഒരു പഴയ ഫോട്ടോ കിട്ടും. അവനാണെങ്കിൽ ഇന്ന് ഇവളെ തല്ല ഒരു കാരണം ഇല്ലാതിരിക്കുന്നു. കൈ തരച്ചു വന്ന് അവളെ തല്ലാൻ വേണ്ടി ഓങ്ങിയതും കൈയിരിക്കണ വടി നോക്കിയാണ്. അതെന്തോന്നടാ അത്? ദോശമാവ് വെച്ച് ഉരുട്ടി ഉണ്ടാക്കിയ മാവുണ്ടയിൽ മുറിവിനിടുന്ന ബെറ്റാഡിനില്ലേ, അത് തേച്ച് കറുപ്പിച്ചെടുത്ത ഒരു വടി. എന്തോന്ന് അൺനാച്ചുറൽ സാധനം അത്. അങ്ങനെ ഒടുവിൽ പെണ്ണിനെയും കടത്തി ഇവരിവിടെ എത്തുകയാണ് ഗൈസ്. എന്നിട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചു എന്നും പറഞ്ഞ് ധ്യാനേട്ടൻ അവരെ അബൂ സലീമിന്റെ വണ്ടി വിളിച്ച് അതിൽ കയറ്റി ബോർഡർ കടത്തി വിടാൻ ശ്രമിക്കും. അപ്പോഴേക്കും അവിടെ കേരള പോലീസിലെ ഒരു മനുഷ്യൻ ഡെത്ത് സ്റ്റാറിന്റെ കൂട്ടാളി ഇവരെ കണ്ടെത്തുകയാണ്. അയാൾ ഇവരെ സ്പൈ ചെയ്യും. ഇതിന്റെയൊക്കെ പുറകിൽ ഈ സ്ഫോടന വസ്തുവാണെന്ന് അറിഞ്ഞ ഡെത്ത് സ്റ്റാർ അവിടെ എത്തി വെല്ലുവിളിക്കും. പ്രായത്തിനിണങ്ങാത്ത കുറെ പീക്കിരി പിള്ളേരുമായിട്ട് കൂട്ടുകൂടി നടക്കാനല്ലാതെ നിന്നെ പിന്നെ എന്തിനു കൊള്ളാം? എന്റെ സമയത്തിന്റെ വില നിനക്കറിയില്ല.
മിനിറ്റിന് ലക്ഷങ്ങളാ. ഇത്രയൊക്കെ ആയപ്പോ കഥ തീർന്നു എന്നാണ് നിങ്ങളുടെ വിചാരം? തുടങ്ങിയിട്ടേ ഉള്ളു. ഇത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ വന്ന കാറാണ്. ആ കാറിന്റെ ഡിക്കിയിൽ നിന്ന് രണ്ടുപേരെ കിട്ടും. ഒന്ന് ദേ ഇവൻ, വിഷ്ണു പറഞ്ഞ കഥയിലെ വില്ലൻ. മറ്റൊന്ന് ഇവനാണത്ര ലവളെ കെട്ടാനിരുന്നവൻ, അതായത് നാളത്തെ കല്യാണ ചെറുക്കൻ. ഇവർ രണ്ടുപേരെയും വിഷ്ണു തലക്കടിച്ച് ഇതിനകത്ത് ആക്കിയിട്ടാണെന്ന്. അതായത് അവനൊരു ഫ്രോഡാണത്രേ. അങ്ങനെ ഇവനൊരു ഫ്രോഡാണെന്ന് ധ്യാനായിട്ട് മനസ്സിലാക്കും. എന്നിട്ട് അവനെ തിരക്കി പോകാൻ ശ്രമിക്കും. പിന്നെ ഒരുത്തി സൈഡിൽ ഇരുന്ന് ഉറങ്ങണണ്ട. ഈ സിനിമയിലെ ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ 10 മിനിറ്റിലാണ് അവൾ ഉണരണത്. അതെന്തായാലും നന്നായി. അതുകൊണ്ട് അവളെ വെറുപ്പിന് അവസാനം 10 മിനിറ്റ് സഹിച്ചാൽ മതി. റിപ്പറാ, നീ ഇത് എവിടെ തിരികെ വെച്ചിരുന്നു ഈ ചിറ്റയില്? ഇനി ഇവന്റെ കഥയിൽ എല്ലാം റിവേഴ്സ് ആണ്. ഇവൻ പാവം, ലവൻ ഭയങ്കരനും. സെന്തിലിനെ ആക്രമിച്ച് കടന്നു കളഞ്ഞ ഭാര്യ തപ്പി സെന്തിൽ നടക്കട്ടെയല്ലേ, നമുക്കതിൽ ഇടപെടണ്ട. മീൻവേൽ ചെറിയ പടക്കത്തിൽ തപ്പി വലിയ പടക്കം അവൻ പോയ വഴിയെ നിഗൂഢമായി സഞ്ചരിക്കും. ഒടുവിൽ ഒരു പമ്പിൽ എത്തിപ്പെടും. അവിടെ എത്തുമ്പോൾ പെണ്ണുമായ ഒരുത്തൻ ഇവിടെ വന്നിരുന്നെന്നും ഫ്രീ ആയിട്ട് പെട്രോൾ ചോദിച്ചുമെന്നൊക്കെ പറയും. ഫ്രീ ആയിട്ട് അടിച്ചാലും അതെ, അത് പെട്രോൾ പമ്പുകളുടെ ഫ്രീ ആയിട്ട് പെട്രോൾ ഒരുത്തം വന്ന് ചോദിച്ചുടഞ്ഞ് അടിച്ചു കൊടുക്കണത്. മൊയിലാലിയെ കണ്ട് ഇവ 2 കാര്യങ്ങൾ ഇറക്കിയത്. അങ്ങേര് ഇവന്റെ നുണയിൽ വീണ് പെട്രോൾ ഫ്രീ ആയിട്ട് അടിച്ചു കൊടുക്കുമെന്ന്. അവരുടെ പ്രണയത്തിന്റെ ഡെപ്ത് കേട്ടിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കരയാത്ത എന്റെ കണ്ണുപോലും നിറഞ്ഞുപോയി. ഹലോ, മീശയുടെ പേരെന്താ? അതേസമയം അവരെ തപ്പി ഇറങ്ങിയ ഇവന്റെ വണ്ടി കേടാകും. അപ്പൊ അതുവഴി വന്ന ചാരന്റെ വണ്ടിയിൽ ഇവർ കയറി. പിന്നെ അങ്ങോട്ട് ഇവരെല്ലാം കൂടി ഒരുമിച്ച് യാത്രയാകും. ഇനി ഒരു പുതിയ കഥാപാത്രം, കുളപ്പുള്ളി അപ്പൻ. ഡെത്ത് സ്റ്റാർ സഹായം ചോദിക്കാൻ ചെന്നത് ഇദ്ദേഹത്തിന്റെ അടുത്താണ്. ഇദ്ദേഹം വലിയ ഗുണ്ട എത്ര അവിടുത്തെ. അപ്പൊ എന്ത് ചെയ്യും, വണ്ടിയിൽ ഇരിക്കുമ്പോ ചാരനെ അവര് വിളിക്കുമേ. അപ്പൊ അവിടെ ഒരു ഉഗ്രം കോമഡി. നമ്മുടെ കബീറിന്റെ വീടിന്റെ വഴിക്കാണെങ്കിലേ അവിടെ ഒരു ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ട് വാങ്ങോ. ശരി, വിളിക്കാം. ഇതിനിടയിൽ പടം ഒന്ന് കൊഴുപ്പിക്കാൻ ഇറങ്ങിയോടിയ ദിവ്യപ്പുള്ളിനെ കുറെ പേര് ആക്രമിക്കാൻ ശ്രമിക്കും. അവളെ രക്ഷിക്കാൻ ദൈവത്തെ പോലെ നമ്മുടെ ബാലനാടാ. ഒടുവിൽ അവളെ തപ്പി ഇറങ്ങിയ സെന്തിൽ രാജാക്കണ്ണന് അവളെ ബാഗ് കിട്ടുന്നു. അതിൽ നിന്ന് അവളെ ഫോൺ കിട്ടുന്നു. ആ ഫോണിലേക്ക് ധ്യാന്റെ കോൾ വരുന്നു. സംഭവം ഇവള് ധ്യാനെ കുറെ നേരം വിളിച്ചിരുന്നു. അപ്പൊ ധ്യാന്റെ ഫോൺ ഓഫ് ആയിരുന്നു. മിസ് കോൾ കണ്ട് അവൻ തിരിച്ചു വിളിക്കുമ്പോ ഫോൺ എടുക്കണേ. പറ്റിയ ബാക്കിന് രാജാക്കണ്ണിന് ധ്യാനായിട്ട് 10 പള്ളു. പിന്നെ ഈ സിനിമയിൽ എന്തൊക്കെയോ അലങ്കൃത സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. കാമുകനും കല്യാണ ചെറുക്കൻ കൂടെ അടി. അത് കഴിയുമ്പോ കല്യാണ ചെറുക്കന്റെ സെന്റി. എന്റെ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പെണ്ണ് കെട്ടുന്നാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം? എനിക്കതെ. ഇതൊക്കെ എന്തിനാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു കഥാപാത്രം? ഒരു ആവശ്യമില്ലാത്തൊരു കഥാപാത്രമാണ് ഇവന്റെ. അത് കഥാപാത്രമല്ല, സ്റ്റീൽ പാത്രമാണ്. പിന്നെ ഇവള് നേരെ ഓടിച്ചെന്ന് ചെക്ക് പോസ്റ്റിനകത്ത് നിന്ന് കയറി കൊടുക്കും പോലീസുകാരെ വായിൽ. എന്നിട്ട് ഇറങ്ങി ഫോൺ വിളിക്കണമെന്ന്. അവന്മാർക്ക് അതിലൂടെ ഇവള് അവന്റെ ഭാര്യയാണെന്ന് അപ്പൊ തന്നെ പിടിച്ച് പൂട്ടിയിടും. But wait guys, there is a twist. അവിടെ ഓടിപ്പടിച്ചത് രാജാക്കാണ് കാണുന്നത്. ഇടിച്ചാരി വറുത്തതുപോലെ ആക്കിയിരിക്കുന്ന പോലീസുകാരെയാണ്. സംഭവം ധ്യാനാട്ടം വന്ന് അവളെ പൊക്കിക്കൊണ്ട് പോയി കേട്ടോ. അതിനിടയിൽ പടത്തിന്റെ 3/4 ഭാഗം ഉറങ്ങി ഇവൾ എണീക്കും. കാറിന്റെ സ്റ്റിയറിംഗ് പിടിച്ച് തെക്ക് ഉടക്കണ ഒരു തിരി. കാറ് മറിഞ്ഞ് ഇവർ ആക്സിഡന്റ് ആകും. പിന്നെ അവിടെ ഒരു പെരിയ ആള് വരും, ഇന്ദ്രൻ ചേട്ടൻ. ആ നാട്ടിൽ ഒരു പെരിയ മനുഷ്യൻ. ആൾസോ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ബാപ്പ. പിന്നെ പുള്ളിയുടെ വക ഒരു ഉപദേശമാണ്. കാലം മുമ്പ് ഒരുത്തനെ തല്ലിക്കൊന്ന് ഏലക്കാട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഡാമിലെ ചെമ്പല്ലികൾക്കും വാളകൾക്കും തിന്നാൻ കൊടുക്കും. പിന്നെ വിളിച്ചോണ്ട് മാറ്റിയെടുത്ത് ഇവന്റെ ചെവിക്കല്ല് ഒരെണ്ണം പൊട്ടിക്കുമ്പോ എന്തിനാണെന്ന് തോന്നുന്നു. പിന്നെ ആകെ കൂടി വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കഥാപാത്രം ഇങ്ങനെ വട്ട് കാണിക്കുന്നതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ആയി പറയും അവന് ജന്മനെ വട്ടായിരുന്നു. ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പൊ അവിടെ ഇത്രയും സീരിയസ് ആയ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതേ അവളെ മുഖത്ത് നോക്കിയാണ് ഈ പെണ്ണിരുന്ന് കിണിക്കണ്. എല്ലാരും ശ്വാസം അടക്കി പിടിച്ച് സങ്കടം കാണിച്ചിരിക്കുമ്പം ഈ പാൽപേട മാത്രം ഇരുന്ന് കിണിക്കണ്. അത് കഴിഞ്ഞ് ഡാനായിട്ട് ഇവനെ കാണാൻ വരും. അവന്റെ കയ്യിൽ പിടിച്ച് പിതുക്കും. ഈ ചേച്ചി വെറുതെ അവിടെ കയറി വന്നും വാതിൽ ഉറക്കും, ഇവരെ നോക്കും, വാതിലടക്കും പോകും. ജൂനിയർ ആർട്ടിസ്റ്റ് 2 ഡയലോഗ് കിട്ടില്ല, സന്തോഷം. പിന്നെ അവിടെ ക്ലൈമാക്സ് ഫൈറ്റ് ആണ്. പോലീസുകാരൻ കുറെ ഗുണ്ടകളായിട്ട് കയറി വന്ന് എവളെ എടുത്തിട്ട് അറിയും. എന്റെ പൊന്നാണ് ഈ ബോക്സ് ഓഫീസ് ഹീറോയിനെയൊക്കെ തിയേറ്ററിൽ പോയി കണ്ട ആരിലുണ്ടാടേ. വന്നു ബിജിഎം തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി തൂക്കി. പിന്നെ അവിടെ അമേരിക്ക ഇറാനിൽ ബോംബിട്ട പോലെ ധ്യാനേട്ടന്റെ വക ഓരോരോ ഇടി ബോംബാണ് അവിടെ. പക്ഷേ എങ്കിൽ അവന്മാരെല്ലാം അവിടെ ചേർന്ന് അങ്ങനെ പിടിച്ച് കുത്തി നിർത്തും. അപ്പൊ അവിടെ വരും രക്ഷകനായി. ഫൈറ്റിനൊടുവിൽ അമീണ പീഡനത്തിന് ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കും, അല്ലെങ്കിൽ നീ മര്യാദയ്ക്ക് ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിടാൻ പറഞ്ഞ് പിടിപ്പിച്ച് അവർ തമ്മിൽ ഒരുമിക്കും. അത് കഴിഞ്ഞ് കോളേജിൽ തിരിച്ചില്ലെന്ന് ഇവരെ സ്വീകരിക്കാൻ കോളേജ് മൊത്തം അണിഞ്ഞൊരുങ്ങിയ ഒരു ഒപ്പന. നിങ്ങൾ നോക്ക്, ചുറ്റും നിൽക്കുന്ന ഒരു ഒപ്പനയുടെ സ്റ്റെപ്പ് ഇടുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, തെക്ക് വടക്ക് വിജയന് അറബികൾക്ക് ഒട്ടകം പോലെയാണ് ഒപ്പന. അതിനാറ് അടിയന്തരമാണെങ്കിൽ ഇങ്ങനെ ഒരു ഒപ്പന അവിടെ വെക്കും. ഒപ്പന ഇല്ലാതെ അങ്ങനെ പറ്റൂല. കണ്ടോ?
ആകെ ഹോൾ സിനിമയിൽ ഈ ഒരു പാട്ട് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട. ഈസ്റ്റ് കോസ്റ്റ് യുജിന്റെ പണ്ടത്തെ ആൽബങ്ങളും സോങ്ങും ഒക്കെ നല്ലായിരുന്നു. അണ്ണാ നിങ്ങൾക്ക് പടം എടുക്കാനുള്ള കഴിവൊന്നുമില്ല, ചുമ്മാ കൊണ്ട് പൈസ കളയാതിരിക്കും. ഒപ്പന കളിക്കുന്ന പെണ്ണുങ്ങൾക്കൊന്നും വയ്യ, ജെൻസി ഒപ്പന. അങ്ങനെ ഒടുവിൽ പടം കഴിഞ്ഞു. പ്രകൃതി നിയമം അനുസരിച്ച് ധ്യാനേട്ടൻ എപ്പോഴും ഫീൽഡ് ഔട്ട് ആവാനുള്ളതാണ്. ഇതിപ്പോ വിപരീതത്തിനെതിരെ ഇനിയൊരു സ്റ്റാർ ആകുകയാണല്ലോ ദൈവമേ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ പടം? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ 2.5 മണിക്കൂർ ചിലവഴിച്ച് ഈ സിനിമ കണ്ടതിന് നന്ദിയായി. ഒരു ഹൈപ്പും ഷെയറും ലൈക്കും തന്നുകൂടെ, മറ്റേലൊരു സബ്സ്ക്രിപ്ഷനും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി ഇനിയും കാണാം. അപ്പൊ എങ്ങനെ നമ്മൾ ഇനിയും കാണും. താങ്ക്സ്.